എന്തേ നീ എന്താ എന്നെ വിളിക്കാഞ്ഞ്? അബി എന്നെ കൂടെ പറ്റില്ല. അബി ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. നീ ഒന്ന് മനസ്സിലാക്ക്. എന്ത് ട്രൈ ചെയ്തു? അബി കാര്യം തമാശയല്ല, ഭയങ്കര സീരിയസ് ആണ്. വീട്ടിൽ നിന്ന് കല്യാണം വരെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. കല്യാണം കഴിക്ക്. ഒരു ഫാമിലിയായി 3 പിള്ളേരൊക്കെ ആകുമ്പോ നീ ഓക്കെ ആവും. നീ എന്നെ പറ്റിച്ചതാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പൊട്ടിയാണെന്ന് നീ വിചാരിക്കണ്ട. ഹലോ അനുരാധേ, കൊടുക്കാം. എടാ അബിയുടെ അച്ഛനാണ്, ഈ ഫോണൊന്നും എടുക്കോ. അനുരാധയാണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയണം. ഇനി മേലാ വിളിക്കരുത് റാസ്കൽ എന്നും പറയണം. ഇത് നമുക്ക് ഡിലേ ഇല്ലല്ലോ, നീ ഒന്ന് പോയെ. എനിക്ക് ഇടി മേടിക്കാൻ വയ്യ. ഹലോ, ഞാൻ രഘുവാണ്. ഓർമ്മയുണ്ടോ പുത്തമ്പുരക്കിലെ? കഴിഞ്ഞ ദിവസം ഞാൻ വളഞ്ഞമ്പലത്ത് വെച്ച് കണ്ടിരുന്നു. പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അനുവിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് സംസാരിക്കാമല്ലോ അല്ലേ? എനിക്ക് വേറെ ആളുണ്ടെന്ന് പറ. മേലാൽ ഈ നമ്പറിലേക്ക് വിളിക്കരുത്. സോറി, ദേഷ്യ. ഈ നമ്പറിലേക്ക് വിളിക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ വേറൊരു നമ്പർ തരാം. 9349142241. ശരിയാ. നീ എന്തിനാടി എന്റെ അച്ഛന് നിന്റെ നമ്പർ കൊടുത്ത്? ഞാനേ എന്റെ നമ്പർ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ നിനക്കെന്താ അബി? പിന്നെ നിന്റെ അച്ഛൻ എന്നോട് എന്തോ പറയണെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒന്ന് കേക്കട്ടെ. നീ എന്നോടുള്ള എന്റെ അച്ഛൻ. ജാസു, വണ്ടി വിട്. എനിക്ക് അങ്ങനെ തന്നെ വേണം. ഒന്ന് പോയടാ. കുറെ നേരമായി കിടന്ന് മൂങ്ങുന്നു. ഇറങ്ങി പെണ്ണെ, ഇറങ്ങി വരാൻ. ചുമ്മാ കിടന്നു മൂങ്ങാതെ ഇറങ്ങി വരാൻ. ജാസു, ജാസു അവൻ എന്തിനാ ജാസു എന്നെ ഇട്ടു? ഞാൻ പറയല്ല, ശരിയാക്ക. നീ വാ, ഞാൻ പുറത്തൊന്ന് പറഞ്ഞുതരാം. വാ. പോയി അവിടെ കിടക്ക എന്റെ കൊച്ചെ. ജാസു, എന്താടി ജാസു പറ. ജാസു, ഇത് കൊച്ചെ കല്ല് വേണമെന്ന് ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്. നിന്റെ അടുത്ത് 1000 വട്ടം പറഞ്ഞോണ്ട് അവര് പിന്നാലെ പോകരുതെന്ന്. അവൻ നിന്നെ ഇട്ടേച്ചു, അവന് ഞാൻ തേനാ. ചുമ്മാ മനുഷ്യനെ ജാസു ഒന്ന് നോക്കുവോ? എന്താടി എനിക്കൊരു കുറവ്? പൊന്നു പോലെ നോക്കിയില്ലേ ഞാൻ അവനെ? വേറെ ആരെയും അവൻ ഇത്ര സ്നേഹിക്കോ? നീ പറ. ഹലോ ഹലോ, അനുരാധയല്ലേ? അബിയുടെ അച്ഛൻ. എന്നിട്ട് നീ കോള് കട്ട് ചെയ്താ? പിന്നെ നീ എന്തിനാ കോള് കട്ട് ചെയ്യാൻ പോയേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എടി അബിക്കൊരു പാര കൊടുക്കാൻ വേണ്ടി അപ്പൻ നമ്പർ കൊടുത്തല്ലേ. ഞാൻ വിചാരിച്ചു അങ്ങനെ കയറി പിന്നെ വിളിക്കുന്നു. അതന്നെ, പാര കൊടുക്കണമെങ്കിൽ ഫോൺ എടുക്കണ്ടേ? അതുകൊണ്ടെന്താ, ഫോൺ എടുക്ക്. പോലീസ് ലൗഡ് സ്പീക്കറിലിട്ട് എടുക്ക ഫോൺ. ഹലോ ഹലോ ഹലോ, അനുരാധയല്ലേ? ആ സമയത്ത് വിളിച്ചത് ബുദ്ധിമുട്ടായോ? ഫോണിലിങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞ നന്നായി. നേരിട്ടായിരുന്നെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അനുവിനോട് ചെയ്ത തെറ്റിനെ സോറി പറയുന്ന കുറെ കാലമായിട്ട് ആഗ്രഹിക്കുക. ഇപ്പോഴും ഇങ്ങനെയൊക്കെ സംസാരിക്കാലോ അല്ലേ? ഞാൻ തിരിച്ചു വിളിച്ചാ മതിയോ? മതി. എന്റെ അമ്മ, എന്തൊരു വോയിസാ മനുഷ്യന്റെ. അതെ സർ, ഈ ഒരു നമ്പറിലേക്ക് മാത്രം ഫ്രീ ആയിട്ട് വിളിക്കാൻ വല്ല വകുപ്പുണ്ടോ? ഉണ്ട് സർ. അതെ. ചിലപ്പോ തോന്നും അന്ന് അങ്ങനെ സംഭവിച്ചു വളരെ നന്നായിരുന്നു. അല്ലെങ്കിലും ആഗ്രഹിക്കുന്നെല്ലാം അങ്ങ് കിട്ടിയാൽ പിന്നെ ജീവിക്കാൻ എന്താ രസം.
ചിലപ്പോൾ തോന്നും ഇങ്ങനെ കിട്ടാണ്ട് പോയ മിനിമം ഒരു പ്രേമമെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം. എന്തിനാന്ന് വെച്ചാൽ ആ നഷ്ടപ്പെട്ടതെന്തിനും നടക്കുമ്പോഴായിരിക്കും ശരിക്കും നമ്മൾ നമ്മളാകുന്നത്. ജീവിതം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടിപൊളിയാകുന്നു. ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. അനു ഹാപ്പിയല്ലേ? അല്ലേലും ഈ ആഗ്രഹിക്കുന്നതെല്ലാം അങ്ങ് കിട്ടിയ പിന്നെ ജീവിക്കാൻ എന്താണോ രസം. നമ്മുടെ ഈ ജോലി ഉണ്ടല്ലോ അത് ശരിയാവുന്നില്ലെന്ന്. കാരണം ഞാൻ പറയട്ടെ, ഈ വൈഫായിട്ടുള്ള ഇന്ററാക്ഷൻ നടക്കുന്നില്ലെന്ന്. അതൊക്കെ ശരിയാവും ചേട്ടാ. എങ്ങനെ ശരിയാവുന്നു? എനിക്ക് ഡേ അവക്ക് നൈറ്റ്. ഈ ഫാമിലി ആയിട്ടൊരു ഇന്ററാക്ഷൻ വേണ്ടേ? എടാ 20 മിനിറ്റ് എടുത്ത് നമ്മൾ ഇവിടെ വരെ എത്താൻ. ഇതെല്ലാം മെട്രോയുടെ പണി കാരണമല്ലേ? ഹേയ് അഭിലാഷ്, നിനക്ക് ചായ വേണോ? എന്താ ചായ കുടിക്കാന്ന്? കുടിക്കാണോ? ഇവിടുന്ന് കുടിക്കാം. കുടിക്കാം. ഇത് കുടിക്കട്ടെ. എടാ ഈ കോൾ സെന്ററിൽ ജോലി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു 25,000 രൂപ കിട്ടും. അത് തുടക്കത്തിലൊന്നും കിട്ടത്തില്ല, ഒരു 17,000 രൂപ കിട്ടും. എനിക്കൊക്കെ പറ്റിയ ജോലിയല്ലോ. ഞാൻ വാങ്ങിച്ചു നല്ല ജോലിയുണ്ട്. അതൊന്നും വേണ്ട. ഇതെവിടെ? അതിവിടെ. എടാ ഇവിടുത്തെ മെട്രോയ്ക്ക് എത്ര പില്ലേഴ്സ് ഉണ്ടെന്ന് അറിയോ? 876. പിന്നെ 876 പില്ലേഴ്സ് ഉണ്ട് കൊച്ചി മെട്രോയ്ക്ക്. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? പിന്നെ എനിക്കറിയാത്തൊന്നുമല്ലോ. എടാ പില്ലേഴ്സ്. സമയായി, ഞാൻ ഇറങ്ങട്ടെ. എടാ നീ ബില്ല് കൊടുത്തിട്ട് പോയി. പിന്നെ എലി കുറച്ച് മൂഡ് ഓഫിലാണെന്ന് തോന്നുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവള് നിന്റെ അടുത്ത് വന്ന് കറഞ്ഞ? ഏയ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് കണ്ടപ്പോ തോന്നിയാണ്. എടാ അത് ഞാൻ വിട്ട കേസാണ്. നീ ചുമ്മാ അതിന്റെ പുറകെ തൂങ്ങില്ലേ, മനസ്സിലായോ? അപ്പൊ ശരി, ഞാന് താങ്ക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തൂണുള്ള എണ്ണി നോക്കണല്ലോ. ബില്ല് കൊടുത്തിട്ട് പോട്ടോ. ഇല്ലേ? എത്ര ചേട്ടാ? നാളെ രാവിലെ പോയി എണ്ണി നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. കാലത്ത് തന്നെ സോപ്പാണല്ലേ? നമ്പോണ്ടേ? ചായ വേണോ? ചായ ബീഫ് ഉണ്ടാവും. നീ പോന്നു വർഷം കുറേ ഇല്ലേ ഈ പ്രായത്തിലൊക്കെ ബോറാവും. ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ വേസ്റ്റ് ഓഫ് ടൈം ആണ് അബി. താൻ എന്തൊക്കെയാണ് വിശ്വസിച്ചോ? ഞാനോ? എന്താടാ ഒന്നുമില്ല. നിനക്കൊന്നൊരു പണിയില്ലേ? അഹിംസേ ആടാ. ഒന്ന് പഠിപ്പിച്ച. ഓക്കെ, ശരി ശരി ശരി. ഉമ്മ ഫക്രുന്റെ സുഖമില്ലാന്ന്. ഞാൻ പോയിട്ട് വരാം. കിച്ചു ഞാനുണ്ട്. ഹലോ, നീ എവിടെ? നീ വേഗം വിട്ട്. അബി, അളിയാ. നീ എന്താ ഇവിടെ? അല്ല, ഞാൻ ഏലിയുടെ കൂടെ വിളിച്ചപ്പോ ബോറടിച്ചിരിക്കണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പള്ളിയിലേക്ക്. പാൽക്കുപ്പി നിനക്ക്. അളിയ ജാസ്ലിനുണ്ട്. പെണ്ണുകളുടെ വാല് തൂങ്ങി നടന്നു. എലി, നീ എന്തൊക്കെ വൃത്തിയാണ് എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേ? പള്ളിയാണ് അബി, പതുക്കെ. നീ നിന്ന്. നീ എന്റെ അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെ വൃത്തിയോടാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എന്നെ വേണ്ട, ഞാൻ കൊള്ളില്ലാന്നൊക്കെ നീ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് നടക്കുന്നതോ? അതോ ഇറ്റ് ഹേർട്സ് അബി, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അതെ, നീ അത് വിട്. നീ ഫോണിൽ കൂടെ വിളിച്ച് എന്റെ അച്ഛൻ്റെ അടുത്ത് വൃത്തികേട് പറയുന്നത്. അപ്പൊ നീ എന്നെ കുറിച്ച് ഇതാ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഇത്രയും കാലം പ്രേമിച്ചതോ പോട്ടെ, ഇതുവരെ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിനക്ക് അനുരാധ ആരാണെന്ന് അറിയോ? നിനക്ക് നിന്റെ അച്ഛൻ പോലീസിലായത് എങ്ങനെയാണെന്ന് അറിയാം. നിന്റെ അച്ഛന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഒരാൾ. പുള്ളിക്കാരി പറഞ്ഞായിരുന്നു നിന്റെ അച്ഛൻ പോലീസിലായത്. നിന്റെ അച്ഛൻ അത്ര ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് സംസാരിക്കുന്ന നിനക്കറിയാം. ഇതൊക്കെ പോട്ടെ, നിനക്ക് നിന്റെ വീട്ടിൽ നടക്കുന്ന എന്താ അറിയോ? യു ആർ സോ സെൽഫിഷ്. നിനക്കൊന്നും അറിയണം. നിനക്ക് നിന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിന്റെ അമ്മയുടെ അടുത്ത് ഇന്നേ വരെ നിന്റെ അച്ഛൻ സോഫ്റ്റ് ആയിട്ട് ഒരു തവണ പെരുമാറിയിട്ട് പോലും. അപ്പൊ പണ്ട് അനുരാധ ഏതൊരു ഉമ്മ കൊടുത്തൊരു കഥ പറഞ്ഞപ്പോൾ സുമാനിക്ക് അതുപോലെ ഒരു ഉമ്മ കൊടുക്കാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ നീ പറഞ്ഞ ഉടനെ എന്റെ അച്ഛൻ എന്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ പോലെ. ഞാൻ പറഞ്ഞ നിന്റെ അച്ഛൻ നിന്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കും. കാണണോ? എലി പോവാടാ. അളിയാ, നമ്മൾ ഒരിക്കലും പിരിയാൻ പാടില്ല പാർക്കുട്ടി.
ഒരു ഗ്ലാസ് തണുത്ത വെള്ളം വേണമായിരുന്നു. ഫ്രിഡ്ജിലുണ്ട്. വേണ്ട, താനെടുത്തന്നായി. എനിക്ക് വേണ്ടി ഒരു കവിത. താങ്ക് യു. താങ്ക് യു. ഈ മറുകാണുകൾ വേറെ കൊണ്ടും എവിടെ ഈ മറുകിൽ ഞാനൊരു ഉമ്മ വെച്ചോട്ടെ. നീയാണോ? അമ്മയും തേടി അവിടെ ഉണ്ട്. എന്താട്ടാ? അതെ, ഒന്നുമില്ല. കഴിഞ്ഞെങ്കിൽ ഒന്ന് പാത്രം കഴിത്താടി. വെള്ളം എടുത്തുതരാം. മല്ലിപ്പൊടി തീർന്നില്ലടി? പിന്നെ വാങ്ങേണ്ട കാര്യമില്ലല്ലോ. സോറി. എന്തടി? അച്ഛനമ്മയ്ക്ക് ഉമ്മ കൊടുത്ത്. ഗുഡ് നൈറ്റ്.